നമ്മളിന്ന് ഉണ്ണിപ്പെണ്ണായിട്ടൊരു യാത്ര പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, തൃശ്ശൂർക്കാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ സർജറിയുടെ ഡേറ്റ് എടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ കുറുമ്പൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പൊക്കെ ഊരി അവന് ഇടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ചോദിച്ചിട്ട് തരുന്നില്ല, അവൾക്ക് തന്നെ ചേട്ടൻ ഇടിച്ചു കൊടുക്കണം. അവൻ ബസ്സിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ പപ്പയും മോളും ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിനത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. അപ്പം ഞാൻ എൻ്റെ മോനെ എടുത്തിട്ട് ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കൂടിയാണ് ഫോട്ടോ എടുത്തത് കേട്ടോ. അപ്പോൾ ഉണ്ണിപ്പെണ്ണാണെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല കേട്ടോ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നിൽക്കും കേട്ടോ. കുറച്ച് നേരം പപ്പയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് നേരം എൻ്റെ കയ്യിൽ കേട്ടോ. കുഞ്ഞമ്മ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവൾ എൻ്റെ മടിയിലോട്ട് വരും. അവൻ പപ്പയുടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അപ്പോൾ അവൾ അങ്ങോട്ട് ചാടും കേട്ടോ. അപ്പം വീട്ടിലൊക്കെ എത്തിയപ്പോൾ അമ്മയാണെങ്കിൽ നല്ല ഫ്രഷ് നാടൻ പേരയ്ക്കയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശന്നിട്ടാണ് കേട്ടോ വീട്ടിൽ ചെന്ന് കയറിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയെങ്കിലും 5-6 മണിക്കൂറത്തെ ബസ് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ സ്നാക്സൊക്കെ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലോണം വിശന്നിട്ടാണ് വീട്ടിൽ ചെന്ന് കയറി. അപ്പോൾ അമ്മ പേരയ്ക്കൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ചെന്ന പാടെ തന്നെ കട്ട് ചെയ്ത് അതിൽ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ. പേരയ്ക്ക നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ചിലതിലൊക്കെ ചെറിയൊരു പുഴുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ പുഴുവൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി ഇങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന വേള കുറച്ചൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, കാരണം അത്രയ്ക്ക് വിശപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് രാത്രിത്തെ ഫുഡ് പുട്ടായിരുന്നു കേട്ടോ. ചോറിന് വരെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയത്, കൂടെ മുട്ടക്കറിയും. അപ്പം ആളെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് തേങ്ങയൊക്കെ ചിരകി തരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്യും, ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓരോ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഉണ്ണിപ്പെണ്ണ് ചെന്നപാടെ അമ്മയുടെ കയ്യിലൊന്നും പോകത്തില്ലായിരുന്നു കേട്ടോ. ആരുടെയും കയ്യിൽ പോകത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവരെയൊന്നും എപ്പോഴും കാണാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനൊരു പേടി പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് നിരത്ത് വല്ലതും ഇറങ്ങി ഇങ്ങനെ ഒന്ന് കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പപ്പ തേങ്ങ ചെണ്ടെന്ന് കണ്ടപ്പോൾ വന്ന് കമ്പനിക്ക് ഒന്ന് നോക്കി നിൽക്കുക, പപ്പ എന്തോ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ ഉണ്ണിപ്പെണ്ണീന് അവളുടെ അമ്മുക്കുട്ടി കസിനാണ് കേട്ടോ. അമ്മുക്കുട്ടിയുടെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. അവൾ ഡിസൈൻ ചെയ്ത് ഡ്രോയിങ് ഒക്കെ ചെയ്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ണിപ്പെണ്ണിനായിട്ടുള്ള സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതായിരുന്നു. ഒരു ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും അങ്ങനത്തെ കുറേ മേക്കപ്പ് സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മോനും അടുത്ത് നിന്ന് നോക്കുവാണ്, അവനുള്ള കളിപ്പാട്ടം വല്ലതും കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല കേട്ടോ. അവന് ഒരു കളിപ്പാട്ടം അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടോയ്സ് അവനും കൂടി അവൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ പപ്പയുടെ ചടങ്ങും കൂടി ആയത് കാരണം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടും ആദ്യമൊക്കെ കുറച്ച് മടിച്ചെങ്കിലും പിന്നെ എല്ലാവരുമായിട്ടും ഉണ്ണിപ്പെണ്ണ് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടോ. നാട്ടിൽ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ പിന്നെ കുഞ്ഞിൻ്റെ സർജറി ഡേറ്റ് എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്കിതിൽ എല്ലാ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം വീട്ടിലെ തിരക്കും ബഹളമൊക്കെ കാരണം എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മോൻ്റെ ആദ്യത്തെ സർജറിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം തൃശ്ശൂർ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നതിൻ്റെ പിറ്റേന്ന് നല്ല മഴയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവർക്കൊപ്പം ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട തിരക്കും പിന്നെ പപ്പയുടെ ചടങ്ങിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അടുത്ത വീഡിയോ.